സോ ഗൈസ് കുറെ കാലമായി ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പം ദിസ് ടൈം ഐം ഗോണ ഡു എ വ്ളോഗ്. അതിന് കാരണം ഞാൻ യാത്ര പോവാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 5 ഫ്രണ്ട്സ് ഞങ്ങൾ കോളേജിലോട്ട് തിരിച്ചു പോവാണ്. അപ്പൊ ഞങ്ങൾ ഒരു 8 വർഷമായി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് അപ്പൊ തിരിച്ച് ഞങ്ങൾ ചൈനയിലെ 3 ഗോർജസ് യൂണിവേഴ്സിറ്റി ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ചൈനയിലെ കാഴ്ചകളും അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ 5 പേരുണ്ട്. സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കൊച്ചിയിൽ ഭയങ്കര തിരക്കാണ്. അകത്തോട്ട് കയറാൻ തന്നെ ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ജൂനിയർ ഒരു ലഗേജ് കൊടുത്ത് അയച്ചിരുന്നു. അതിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ലഗേജ് കൂടിയിട്ട് ഏകദേശം 9,000 രൂപ നമ്മൾ പടക്കേണ്ടി വന്നു. അതിൻ്റെ ടെൻഷനിലാണ് ഷുഹൈബ്. അപ്പം നമ്മൾ കുറച്ച് ഒന്ന് ഇടങ്ങാറായി. ഇവിടെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ആരെങ്കിലും കൊച്ചി എയർപോർട്ട് വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നേരത്തെ വരിക. ഇവിടെ ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ സ്ലോ, പിന്നെ അതുപോലെ ലഗേജ് നമ്മൾ ചെക്ക് ഇൻ എല്ലായിടത്തും സ്ലോ ആണ്. അപ്പം ഓടിക്കതച്ചാണ് ഒരുവിധം ഗേറ്റിൻ്റെ അവിടെ എത്തിയത്. സോ ഇത് നമ്മുടെ ഡോക്ടർ ജസീം, ഇത് ഡോക്ടർ പവൻ ജോർജ്, ഇത് ഡോക്ടർ ഷുഹൈബ് മാട്ടിൽ ഫ്രം മലപ്പുറം. അതാണ്. ദിസ് ഈസ് നിഷാദ് ജലാൽ ഫ്രം കൊല്ലം. അപ്പൊ ഞങ്ങൾ 5 പേരാണ് ഞങ്ങൾ കോളേജിലോട്ട് തിരിച്ചു പോകുന്നത്. പവനായി, ഈ ട്രിപ്പിന്റെ പ്രത്യേകത പറഞ്ഞേ. ഈ ട്രിപ്പിന്റെ പ്രത്യേകത നമ്മള് കോളേജ് റീയൂണിയൻ ആണ്. നമ്മള് 8 വർഷം കാത്തിരുന്നിട്ട് നമ്മുടെ കോളേജിലോട്ട് തിരിച്ചു പോവാണ്. അതെ. സോ നമ്മുടെ കോളേജൊക്കെ നമ്മൾ കാണിച്ചു തരാം. ബോർഡിംഗ് സമയമായി. സോ വി ആർ ഗോയിങ് ടു കോലാലംപൂർ. ഗൈസ് 18ാം വയസ്സിൽ ആദ്യമായിട്ട് നമ്മള് ചൈനയ്ക്ക് പോയത്. ഇപ്പൊ 31 വയസ്സായി. എനിവേ ഇല്ല കൂടുതൽ എന്താ വയസ്സ് ചോദിച്ചിട്ടാ. അപ്പൊ നമ്മള് കാലാകാലങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് എയർ ഏഷ്യയിലാണ്. അപ്പൊ വീണ്ടും നമ്മൾ എയർ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഗോങ്ജോയ്ക്ക് എയർ ഏഷ്യയിൽ യാത്ര ചെയ്ത ആള് പവനായിയാണ്. പവനായി ഗോങ്ജോ സെക്ടറിൽ മാത്രമേ പറക്കുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഞാൻ ഒരു വിധം എല്ലായിടത്തും പോയിട്ടുണ്ട്. പവനായി ഹായ്. ഏകദേശം 4 മണിക്കൂറാണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് കൊലാലംപൂരിലേക്കുള്ള ഫ്ലൈയിങ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേനും രാവിലെ കൊലാലംപൂർ എത്തും. സോ ഗൈസ് നമ്മൾ കൊലാലംപൂർ എത്തിയിരിക്കുകയാണ്. സോ ദിസ് ഇസ് ക്ലിയർ ടു കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് 2. പണ്ട് നമ്മൾ വന്നുകൊണ്ടിരുന്നത് ഫസ്റ്റിൽ എയർ ഏഷ്യ തുടങ്ങിയ സമയത്ത് LCCT എന്നായിരുന്നു പേര്, ലോ കോസ്റ്റ് കാരേജ് ടെർമിനൽ. പിന്നെ അതിന് ശേഷം എയർ ഏഷ്യ ഭയങ്കര സക്സസ്ഫുൾ ആയതിനു ശേഷം തുടങ്ങിയ എയർപോർട്ടാണ് ക്ലിയർ ടു. ഇത് നല്ല അടിപൊളി എയർപോർട്ടാണ്. സോ പണ്ട് അവർക്ക് എയറോ ബ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എന്താ പറയുക ഗ്രൗണ്ടിൽ കൂടെ ഇരുന്ന് കൊണ്ടുവരുന്നത്. ഇപ്പം എല്ലാ ടെർമിനലിലും എന്താ പറയുക എയറോ ബ്രിഡ്ജൊക്കെ ഉണ്ട്. നല്ല അടിപൊളി എയർപോർട്ടാണ്. ജസീമിക്ക ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അല്ല എയർ ഏഷ്യയിലെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ. എയർ ഏഷ്യ സെറ്റപ്പ് ഫുഡാണ്. പച്ച വെള്ളം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രത്യേകതര ഫുഡ് കൊണ്ടുവന്ന ഫുഡ് എന്തൊക്കെയാ? എന്താണ് എന്തൊരു ഉണ്ടപ്പോ, പിന്നെ ചക്കപ്പരി. മലേഷ്യയിൽ ഇന്ത്യൻസിന് വിസ എക്സംഷൻ ഉണ്ടെങ്കിലും നമ്മളിങ്ങോട്ട് വരുന്നതിന് മുന്നേ ഓൺലൈനായിട്ട് ഗവൺമെൻറ് സൈറ്റിൽ കയറിയിട്ടൊരു MDAC ഫോം ഫില്ല് ചെയ്യണം. ഞങ്ങൾ ഇവിടെ എത്തി, കൊലാലംപൂർ എയർപോർട്ടിൽ എത്തി. ഇമിഗ്രേഷൻ കഴിഞ്ഞു. പവനായും നിഷാദക്കയും അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞതാണ് ഇവിടെ മലേഷ്യയിൽ വരുമ്പോൾ MDAC അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം ഓൺലൈനായിട്ട്. അപ്പോൾ അത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പൊക്കി. അവരവിടെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്യും. സോ we are waiting for them. MDAC ഫില്ല് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നിഷാദ് പെട്ടു. ഫസ്റ്റ് ഞാനും മാട്ടിലൂടെ എയർപോർട്ടിൽ നിൽക്കാൻ നേരത്ത് മാട്ടിലെ വാപ്പ ഒരു കാര്യം പറഞ്ഞു, തല പോയാലും പാസ്പോർട്ട് വിടരുത്. എന്നിട്ട് പാസ്പോർട്ട് ചൈനയിൽ കൊണ്ടുപോയി കളഞ്ഞവനാണ്. ചക്രമുത്തിലെ ദിലീപ് തോറ്റു എന്നൊരു വെപ്രാളം ഉണ്ടായിരുന്നു.
അതേ വെപ്രോളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത്. ഫോം മാറ്റാൻ വേണ്ടി പവരായി. സോ നമ്മള് പാമ്പിനെ തിന്നുന്ന നാട്ടിലെത്തിയാല് നടുക്കണ്ണം കഴിക്കുക. നടക്കണ്ടം കഴിക്കണം എന്നാണ്. അപ്പോൾ അതുപോലെ നമ്മൾ മലേഷ്യയിൽ എത്തിയപ്പോൾ മീ ഗൊറൻ, ഇവരുടെ ട്രഡീഷണൽ നൂഡിൽസ് മീ ഗൊറൻ. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്ലൈറ്റ്സ് പൊങ്ങിപ്പോകുന്നത് കാണാം. ഗൈസ്, നമ്മൾ നാളെയാണ് ചൊങ്ചിങ്ങിൽ എത്തുള്ളൂ എന്നുള്ളത് പവന ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. പവനാണെങ്കിൽ ആവേശത്തിൽ ഇത് കുറെ തിന്നും പോയി. നാളെ എത്തുള്ളൂ. ഇന്നത്തെ രാത്രി എവിടെ? ഇന്ന് വുഹാനില്. എന്നിട്ട് അല്ല പവന എവിടെ കിടക്കുന്ന എയർപോർട്ടിൽ? നീ ചെളിയാ ലക്ഷറി യാത്രയാണെന്ന് വിചാരിച്ച 300 ഉലുവാനും കൊണ്ട് തന്നിട്ടാണ്. ഞാൻ പറയാം മോളിൽ വാങ്ങിച്ചു. പള്ളി പോയ പിരിവാണ്. എന്നെ സംഭവിച്ചത്, ഞാൻ ഓശാന ഞായറാഴ്ചയല്ലേ പള്ളി പോകാതിരിക്കാൻ പറ്റിയല്ല. പള്ളി ചെന്നതും മോനെ ഈസ്റ്റർ എഗ് ഉണ്ട് എല്ലാവർക്കും. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നമ്മളെ കൊടുക്കാറ്. 450 മുട്ട 450 മുട്ടയും 450 പേർക്കുള്ള കാപ്പി ട്രസ്റ്റ് കൂട്ടിയതും കിഴിച്ചതും ഒന്നും ഞാൻ കണ്ടില്ല. എൻ്റെ അടുത്ത് ഒരു 5000 മുഴുവൻ പറഞ്ഞതാണ്. 5000 രൂപ അയച്ചേക്കാൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് സ്കാനർ എടുത്ത് വെച്ചു. എടുത്തോണ്ട് വരാമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. 5000 രൂപ ടീം. അത് കഴിഞ്ഞു പോട്ടെ. അത് കഴിഞ്ഞു. ഞാൻ 5000 ബാക്കി 5000 ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. മമ്മി പറഞ്ഞു അപ്പച്ചന്റെ ചേട്ടന്റെ മകളുടെ മാമോദിസ കാശ് കൊടുക്കണം. ഒറ്റയടി 5000 ടീം. അങ്ങനെ 5 10,000 രൂപ ഒറ്റയടി കിട്ടി. ഇത് മാത്രമുള്ളൂ. ഉള്ളില് റൗണ്ടാണ് തോന്നുന്നുണ്ടല്ലേ? ഉള്ളില് റൗണ്ടാണ്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ തപ്പിപ്പിടിച്ച് നമ്മളെ ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ചു. 7-11 ഉണ്ട്. ഓപ്പോസിറ്റ് ഫാമിലി മാർട്ട് ഉണ്ട്. ഫാമിലി മാർട്ടിന്റെ 7-11 ഇടയിൽ ഇതിനൊക്കെ അകത്തുണ്ട് കേട്ടോ USB ചാർജിങ് പോർട്ടുകൾ. പക്ഷേ ഒക്കെ USB ആണ്. പിന്നെ ഇവിടുത്തെ പൈപ്പിൽ കയറുമെന്നറിയില്ല. നമ്മൾ ക്ലിയ 2 നിന്ന് ക്ലിയ 1 കൊളംബോ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1ലേക്ക് പോവാണ്. കാരണം നമ്മുടെ ഫ്ലൈറ്റ് ചൈന സദേൺ ആണ്. അപ്പം ചൈന സദേൺ ഒക്കെ വരുന്നത് ക്ലിയ 1ലാണ്. ഇവിടെ മെയിനായിട്ട് എയർ ഏഷ്യയാണ് വരുന്നത്. പിന്നെ എയർ ഏഷ്യക്ക് പുറമെ 1-2 ഫ്ലൈറ്റ് കൂടി വരും തോന്നുന്നു. പക്ഷേ മെയിൻലി എയർ ഏഷ്യക്ക് മാത്രമുള്ള എയർപോർട്ടാണ്. സോ ഗൈസ്, നമ്മൾ ക്ലിയ 1ലേക്ക് പോകുന്നത് 2-3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാബ് എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് ബസ് എടുക്കാം. പക്ഷെ ഏറ്റവും എളുപ്പം ആൻഡ് ഫാസ്റ്റസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ക്ലിയ എക്സ്പ്രസ് ട്രെയിനാണ്. അപ്പം അത് ക്ലിയ 1 ആൻഡ് ക്ലിയ 2. എടാ ഇവിടെ ജസീംക ഇവിടെയാണ്. ക്ലിയ 1ഉം ക്ലിയ 2ഉം കണക്റ്റഡ് ആണത്. അപ്പം ഇതിനകത്ത് തന്നെ വരും ട്രെയിൻ. അപ്പം ഇതാ അവിടെയാണ്. സോ ഇവിടുത്തെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ക്യാഷ്ലെസ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ തൽക്കാലം ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് അവരുടെ കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റ് വെച്ചിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഡിജിറ്റൽ വാലറ്റിൽ ഇവരുടെ കുറച്ച് പേയ്മെൻറ്റ് സിസ്റ്റമൊക്കെയാണ് ആകെ വർക്ക് ചെയ്യുള്ളൂ. അതാണ് പ്രശ്നം. വർക്ക് ചെയ്യില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഓക്കെ. സോ നമ്മളെ ഒരു മലേഷ്യക്കാരി സഹായിച്ചു. സോ അവരെ കാർഡ് വെച്ചിട്ട് അവർ പേ ചെയ്തു. നമ്മൾ അവർക്ക് 10 റിംഗിറ്റ് കൊടുത്തു. 2 റിംഗിറ്റേ ഉള്ളൂ ടിക്കറ്റ് ഇവിടുന്ന് ക്ലിയ 2 ക്ലിയ 1ലേക്ക് പോകാനായിട്ട്. സോ 5 പേർക്ക് 10 റിംഗിറ്റായി. സോ അത് നമ്മൾ ഒരു മലേഷ്യക്കാരിക്ക് കൊടുത്തു. അവര് നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ ട്രെയിൻ വെയിറ്റിംഗ് സ്റ്റേഷൻ. ഇവിടെ ആക്ച്വലി 2 ട്രെയിൻ ഉണ്ട് അല്ലേ. ഒന്ന് ക്ലിയ എക്സ്പ്രസ്സും കാണുന്നുണ്ട്. ക്ലിയ എക്സ്പ്രസ് ആൻഡ് ക്ലിയ ട്രാൻസിറ്റ്. നമ്മൾ ക്ലിയ ട്രാൻസിറ്റിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ക്ലിയ എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്ലിയ T1
ടെർമിനൽ 1 പിന്നെ KL സെൻട്രൽ മാത്രമേ നിർത്തുള്ളൂ. ട്രാൻസിറ്റിനകത്ത് വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പുത്രജയ, സൈബർജയ. പുത്രജയൊക്കെ ഇവരുടെ പുതിയ ക്യാപിറ്റലാണ്. അപ്പം കൊലാലംപൂരിൽ നിന്ന് മാറ്റി പുതിയ സിറ്റിയൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന പുത്രജയയിലൊക്കെയാണ്. സൈബർജയ എനിക്ക് തോന്നുന്നു IT പാർക്കൊക്കെ വരുന്നത് അവിടെയാണ്. അപ്പം അങ്ങനെ 2-3 സ്ഥലത്തേക്ക് പോകുന്നതാണ് ക്ലിയർ ട്രാൻസിറ്റ്. മറ്റേത് ഡയറക്റ്റ് സെൻട്രൽ ക്ലിയർ സെൻട്രൽ സിറ്റിയിലോട്ട് പോകുന്ന കൊലാലംപൂർ നമ്മുടെ പെട്രോണാസ് ടവറൊക്കെ ഉള്ള സ്ഥലമാണ് KL സെൻട്രൽ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് ക്ലിയർ എക്സ്പ്രസ്. മഴ പെയ്താകെ ചളി പിടിച്ചില്ലല്ലോ. സോ നമ്മള് ഇതാണ് KLIA1 ക്ലിയർ 1 ടെർമിനലിലേക്കുള്ള സ്റ്റേഷൻ. നമ്മളെ മെട്രോ ഒക്കെ പോലെ തന്നെ നമ്മൾ അവിടുന്ന് കിട്ടിയ നമ്മുടെ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കയറാം. സോ കമ്പയർഡ് ടു ക്ലിയർ 2, ക്ലിയർ 1 ഒരു എന്താ പറയുക ചെറിയ എയർപോർട്ടാണ്. ഇവിടെ പക്ഷേ കുറേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. എയർ ഏഷ്യ ഒരുപാട് ഡെസ്റ്റിനേഷൻസിലൊക്കെ ഉണ്ട്. പക്ഷേ എയർ ഏഷ്യ അല്ലാത്ത ബാക്കിയുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ ഒരുവിധം പോകുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഹോം എയർപോർട്ട് കൂടെ ആണിത്. സോ വി ആർ ഗോയിങ് ടു ദ ഡിപ്പാർച്ചർ ഹാൾ. ഇതാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഹാള്. ഷുഹൈബിക്കാക്ക് എവിടെ പോയാലും പ്രശ്നമാണ്. ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അവസാനം മാനുവലി അടിച്ചിട്ട് കയറി. ഷുഹൈബിക്ക ഏത് കൗണ്ടറിൽ പോയാലും പ്രശ്നമാണ്. എന്താ അല്ല എന്താ അടിച്ചിട്ട് കിട്ടാൻ എന്താ ഇവിടെ തോൽവി ചെയ്യാന്നല്ല, നിങ്ങൾ എവിടെ തൊട്ടാലും പ്രശ്നമാണ്. അവനെ ഇപ്പം തന്നെ ഉറക്കം തൂങ്ങി വീഴാറേ. ഇതിന്റെ നടുവിലൊരു കാടൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ഒരു ചങ്കി എയർപോർട്ടിന്റെ ഒരു വേറെ ടൈപ്പ് പോലെ ഉണ്ട്. ക്ലിയർ ജംഗിൾ ബോർഡ് വാക്ക്. അങ്ങോട്ടാ. സോ ഗൈസ്, നമ്മൾ ഇവനാണ് നമ്മളെ ഗോങ്ജുലോട്ട് എത്തിക്കാൻ പോകുന്നത്. ദിസ് ഇസ് ചൈന സദേൺ ബോയിങ്ങിൻ്റെ ഫ്ലൈറ്റാണ്. സോ നമ്മൾ അതിൽ നേരെ ഗോങ്ജോയിലേക്ക് പോകുന്നു. ഗോങ്ജോയിൽ നിന്ന് നേരെ വുഹാനിലേക്ക് പോകുന്നു. അവിടെ ഒരാളുണ്ട് കേട്ടോ. സോ ഇപ്പം തന്നെ നമ്മളെ പകുതി ചൈനയ്ക്ക് എത്തിയ ഫീലായി. കംപ്ലീറ്റ് ചൈനക്കാരെ കൊണ്ട് നിറഞ്ഞുവിടാ. എല്ലാവരും നല്ല ഉറക്കക്ഷീണം ഉണ്ടോ കേട്ടോ. എങ്ങനെയുണ്ട് മോനെ, ഉറക്കക്ഷീണം ഉണ്ടോ? അത് കുഴപ്പമില്ല, നമ്മള് ചോങ്ചിങ്ങിൽ എത്തിയിട്ട് നമ്മൾ ഉറങ്ങുന്നതായിരിക്കും. സോ ഗൈസ്, ഫൈനലി ബോർഡിംഗ് ടൈം. ആഹാ, ഉറങ്ങാത്തതിന്റെ ക്ഷീണം നന്നായിട്ട് ഫേസിൽ കാണുന്നുണ്ട്. ഇതിൽ കയറിയിട്ട് ഫുഡ് അടിക്കുക, ഉറങ്ങുക, അതാണ് മെയിൻ. ഹൊയ്ച്ചു ചൊങ്കോ ഞങ്ങൾ, അതായത് ഹൊയ്ച്ചു ചൊങ്കോ എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ബാക്ക് ടു ചൊങ്കോ, ചൈന, മെയിൻലാൻഡ് ചൈന. ഗോങ്ജോ ആയിരുന്നു ഞങ്ങളുടെ ഒരു സ്ഥിരം സ്റ്റോപ്പ് ഓവർ. അതെല്ലാം അയവറക്കണം. ആ ബാക്കിൽ വരുന്ന വടി പോലെ വരുന്ന മനുഷ്യനില്ലേ, മൂപ്പരാണ് ഏറ്റവും കൂടുതൽ അയവറക്കാൻ പോണത്. അതെ, നാട്ടിൽ നിന്ന് വരുമ്പോ വാപ്പ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഫുള്ള് പറ്റിച്ച് വാരിയിട്ട് വരും, എന്നിട്ട് എയർപോർട്ടിൽ എത്തിയ സ്പൈക്ക് ആക്കും. സോ സാധാരണ ഫ്ലൈറ്റുകൾ, ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ ഇവരുടെ കുറച്ച് വലുതാണ്. ചൈന സാധാരണ ഞാൻ ഇതുവരെ പോയിട്ടുള്ളൊക്കെ ഡൊമസ്റ്റിക് ആണ്. അപ്പം ഇറ്റ്സ് ലൈക്ക് ഒരു 2 റോ മാത്രമുള്ള ഫ്ലൈറ്റ്സ് ആണ്. ദിസ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഗുഡ്. സോ ഇതിനകത്ത് നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. ദർ ഇസ് മൂവീസ് ആൻഡ് പോഡ്കാസ്റ്റ്. മൂവീസ് ഇംഗ്ലീഷ് മൂവീസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, ഫുള്ള് ചൈനീസ്. ഇല്ല, മിഷൻ ഇമ്പോസിബിൾ, ഗോസ്റ്റ് പ്രോട്ടോക്കോൾ ഒക്കെ ഉണ്ടല്ലോ.
Inception, Oppenheimer, Interstellar, Gravity. Okay, so and there are like kids in games ഒക്കെ ഉണ്ട്. But my kind of interest is this thing, camera. Still, അപ്പോൾ ഫ്ലൈറ്റ് പോകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഗൈസ് 5:30 ഇറങ്ങേണ്ട ഫ്ലൈറ്റാണ്. ഇപ്പോഴും കടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ സമയം 6:30, 7 മണിയാവുന്ന പറയുന്നത്. അതായത് 1.5 മണിക്കൂർ ലേറ്റ്. ഞങ്ങൾക്ക് 7:30 അടുത്ത ഫ്ലൈറ്റ്. അതായത് 7 മണിക്ക് ഇറങ്ങിയാലും അരമണിക്കൂറിനുള്ളിൽ അടുത്ത ഫ്ലൈറ്റ്. അരമണിക്കൂറിൽ പറഞ്ഞാൽ 15 മിനിറ്റുള്ളിൽ ബോർഡിങ് തുടങ്ങും അടുത്ത ഫ്ലൈറ്റിൻ്റെ. 2 ബോർഡിങ് പാസ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഫ്ലൈറ്റ് ഡിലേ ആക്കേണ്ടി വരുമായിരിക്കും. അല്ലാണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് കാണാം. ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. കംപ്ലീറ്റ് കടന്ന് കുലുക്കി. പക്ഷെ 1 മണിക്കൂർ ഇട്ടിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇടിമിന്നല് മാൻ, അടിപൊളി ഇടിമിന്നലുണ്ട്. ഇതെന്താ പറയുമ്പോ ഗോങ്ജോ എന്ന് പറഞ്ഞിട്ട് വേറെ വല്ല സ്ഥലത്താണ് കൊണ്ടിറക്കുന്നത്. ഒരു സിറ്റികളൊന്നും കാണാനില്ല, ഫുള്ള് ഗ്രാമം മാത്രമേ ഉള്ളൂ. അത് റോഡാ, അതല്ല റോഡാക്കി പോണത്. വണ്ടികൾ പോകണ്ട. ചൈനക്കാരൊക്കെ ഫുള്ള് മൂവി കാണുന്ന തിരക്കിലെല്ലാവരും. ഒറ്റ ആൾക്ക് ചൈനക്കാരൊക്കെ ഫുള്ള് മൂവി കാണുന്ന തിരക്കിൽ ഒറ്റ ആൾക്ക് ഫ്ലൈറ്റ് അവിടെ എത്തി നേരം വൈകുന്നൊന്നും അറിയണ്ട. ഇതിനകത്ത് കൃത്യമായിട്ട് ഇത് കാണാൻ കിട്ടും അല്ലേ ടയറൊക്കെ. ഗൈസ് നല്ല പെരും മഴയാണ്. ഇത്ര താഴെ ഇറങ്ങിയിട്ട് പോലും ഫോഗൊക്കെ വെറുതെ എല്ലാ ആവശ്യം നേരത്തെ ഇറക്കാത്തത് തോന്നുന്നുണ്ട്. ഇറക്കി നേരെ പടച്ചോനെ എങ്ങോട്ടാ പോണത്. ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടോ? ആയി വാ സെറ്റ്. Come on, guys. പുറകെ പോണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഫ്ലൈറ്റിലും ഈ ഒരു സാധനം വേണം. ആൾക്കാർക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വേണം. ഈ അപ്പച്ചൻ വെറും സെറ്റ് സാധനം. പുള്ളി കയറിയപ്പോൾ ഇതിലൊരു പോസ്റ്റില്ല. ഫുൾ ടൈം ഇരുന്ന് മൂവിയാണ്. 16 Pro Max ഒക്കെയാണ് കയ്യിൽ. ജസിംക്ക് എന്തൊരു കൂന്. ബൈ മിനി. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റീവാർഡ് പറഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആക്കിയിട്ടുണ്ട്. മറ്റേ ഫ്ലൈറ്റ് വുഹാൻ ഫ്ലൈറ്റ് ഒരു 8:15 ഇപ്പൊ പോകുന്നത്. 7:30 എടുക്കേണ്ടത്. ഇപ്പൊ എത്രയും സമയം? ഇപ്പൊ 7:30 അല്ല 7:15. 1 മണിക്കൂറോടെ ഉണ്ട്. നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമല്ലെന്ന് കണ്ടറിയാം. പൂരത്തിനുള്ള തിരക്കുണ്ട് ഇവിടെ. ഗൈസ് ചൈനയിൽ ഇറങ്ങി ആദ്യം തന്നെ മഴ കൊള്ളാനുള്ള ഭാഗ്യമുണ്ട്. ഈ അപ്പച്ചൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അത് നീച്ചോട്ടെ, ഇരുന്നോട്ടെ. ചിരിയണ്ട. ഇത് ചൈനയുടെ പ്രത്യേകതയാണ്. ബഹളം എന്ന് പറഞ്ഞാൽ ഹെവി ബഹളമാണ്. ജോഷിലിയോ ഗൈസ് 96 വയസ്സുള്ള അപ്പൂപ്പനാണ് ഇത്. അടിപൊളി. ചികൻ സാൻഷലിയോ. ഹെൻറ്റിബു. 96 വയസ്സുള്ള അപ്പൂപ്പനാണ് ഈ iPhone 16 Proയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഫ്രണ്ട്സിനൊക്കെ മറ്റേ വോയിസ് നോട്ടൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 36 വയസ്സിൽ ജസീംക്കാക്ക് ഇപ്പോഴേ നടക്കാൻ വയ്യാന്ന് പറഞ്ഞ പുള്ളി പറയാം എനിക്കും പ്രശ്നങ്ങളുണ്ട്, ഞാനിങ്ങനെ ബാലൻസ് ഒക്കെ തെറ്റിപ്പോകുന്നുണ്ടെന്ന് പറയാം. ഗൈസ് അടുത്ത ഫ്ലൈറ്റ് കിട്ടുമില്ല എന്നുള്ള അറിവില്ല. നമുക്ക് കയറി വെക്കാം. ഓട്ടത്തിലാണ്. ഇവിടെ വന്നിരുന്ന് ഡ്രസ്സൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചു. ഒന്നും നടക്കുന്നൊന്നുമില്ല.
അപ്പുറത്തെ സൈഡ് വേണോ ഗൈസ്? അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം. ഓ ഷിറ്റ്, അല്ലെങ്കിൽ നേരം വൈകിയിരിക്കുമ്പോഴാണ്. എന്റെ അടുത്ത് ഇൻവിറ്റേഷൻ ചോദിച്ചു, അപ്പൊ ഞാൻ ഇൻവിറ്റേഷൻ കാണിച്ചു. അല്ല ഇതൊക്കെ നോക്കി എന്ത് ബിസിനസ് വെച്ചപ്പോ ബാറ്ററി ബിസിനസ്. Okay. The next flight is 10:30. Okay, 10:30. Yeah, you hold this one. അപ്പൊ നമ്മൾ 10 വരെ പോസ്റ്റ് 10:30. അപ്പൊ ഫ്ലൈറ്റ് മാറ്റിയോ? ഫ്ലൈറ്റ് മാറ്റി അവര് പോയി കാണും. അപ്പൊ നമ്മുടെ ലഗേജ് ഒന്ന് ചോദിക്കേ. അല്ല ലഗേജിന് ലഗേജ് ഇതിലോട്ട് ഫ്ലൈറ്റ് മാറ്റിയോ? എനിക്ക് സാമാനം കിട്ടിയില്ല. ഒരു മിനിറ്റ്, മുന്നത്തെ ഫ്ലൈറ്റ് ഏതായിരുന്നു? ഒരു മിനിറ്റ്. സി ഇതിലെ ഫ്ലൈറ്റ് മാറ്റി ഗൈസ്. അങ്ങനെ ഫ്ലൈറ്റ് ലേറ്റ് ആയപ്പം ആ ഫ്ലൈറ്റ് എടുത്തിട്ട് പോയി. പക്ഷെ അവർ നമുക്ക് പകരം വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. 10:30 ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമ്മളിനി 10:00 വരെ ഇവിടെ പോസ്റ്റായി. ഇതാ പുതിയ ബോർഡിംഗ് പാസ് അവർ തന്നിട്ടുണ്ട് പുതിയ ഫ്ലൈറ്റിലേക്ക്. എനിവേ നമുക്ക് വേറെ ഹാസൽ ഫ്രീ ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവരെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നു. വേറെ പ്രശ്നമൊന്നും ഫ്ലൈറ്റ് ഇറങ്ങിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. 1.5 മണിക്കൂർ ഡിലേ. പക്ഷെ എന്താ അറിയോ, ഇവിടെ ഇറങ്ങിയപ്പോ അവര് ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നത്, ഏതിനാ വന്നത്, പഴയ സ്റ്റുഡന്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ അവര് ഓക്കെ ഇപ്പൊ എന്തിനു വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ബിസിനസ് ചെയ്യാനാണ്, കാണാനാണ്. അപ്പൊ എന്ത് ബിസിനസ്? ഇപ്പൊ നാട്ടിൽ വേഗം പറഞ്ഞല്ലോ ബാറ്ററി ബിസിനസ്. ഇത് മൂപ്പർക്ക് വായിൽ വന്നത് മൂപ്പര് വേഗം പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ കാൻറ്റൺ ഫെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ രജിസ്ട്രേഷൻ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അപ്പോഴേ വേഗം ഓക്കെ വിട്ടു. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ ചൈനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാ ഫയൽസും എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ചെയ്യുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻവിറ്റേഷൻ വേണം. ബിസിനസ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഇൻവിറ്റേഷൻ വേണം ഒരു കമ്പനിയിൽ നിന്ന്. അപ്പോൾ ആ കമ്പനിയുടെ ഇൻവിറ്റേഷനും അവിടുത്തെ ഒരു ഓതറൈസ്ഡ് പേഴ്സന്റെ അഡ്രസ്സും പാസ്പോർട്ടൊക്കെ വേണം. അപ്പോൾ അതൊക്കെ എന്താ പറയുക നോക്കിയിട്ട് വരിക. ചൈനയിലോട്ട് വരുന്നവരില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി തിരിച്ചു പോകേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റും കാര്യങ്ങളും ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നോക്കുക. എന്താ ഫ്രീ വൈഫൈയാ? സോ ഗൈസ് ദിസ് ഈസ് ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ആണ് ബെയ്ൻ എയർപോർട്ടിൻ്റെ. ഇതൊക്കെ പഴയ ഏരിയ കേട്ടോ. ബെയ്ൻ എയർപോർട്ട് ഗോങ്ജോലെ അടിപൊളി എയർപോർട്ടാണ്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിലൊക്കെ പോകണം. ഇവിടെ നമുക്ക് നമ്മുടെ ഇങ്ങനെ ജ്യൂസ് കൗണ്ടേഴ്സും ഇതൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ആലിപേ. ഇവിടുത്തെ ആലിപേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിപേ ഫോൺപേ ഒക്കെ പോലുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൗണ്ടർ വരുന്നത് ഗേറ്റ് B252 അങ്ങോട്ടാണ്. ഒരുപാട് നടക്കാനുണ്ടാവും തോന്നുന്നുണ്ട് മിക്കവാറും. ഗോയിങ് ഉഷാറായിക്കണം. എല്ലാ മനുഷ്യന്മാരും ഫോണിലാണ്. ഓക്കെ, എല്ലാവിധ ഹൈ എൻഡ് ബ്രാൻഡുകളും ഇതിനകത്തുണ്ട്. കാര്യത്തിലൊക്കെ ചൈന ലൂയി വുട്ടാൻ, സെന്റ് ലോറന്റ്. ഇവിടെ ഒരു ഇതില്ലട്ടോ, എന്താ പറയാ, ഒരു നടന്ന് മനുഷ്യന്റെ മുട്ട് തയ്യാറായി. ഇനിയും പോണം, അത് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതൊരു വെറൈറ്റി കട കണ്ടപ്പോ നോക്കിയതാ. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുള്ള ആർട്ടാണല്ലോ. നമ്മളവിടെ എപ്പോഴും ആനയും മറ്റേ ഐശ്വര്യത്തിന് വെക്കണ സാധനമാണ്. ട്രാഫിക് മുദ്രൊക്കെ പോലെ അല്ലേ? അപ്പോ വീണ്ടും നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരിക്കുകയാണ്. 10:30 ഫ്ലൈറ്റ് ഇപ്പോൾ 11:15 കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വുഹാൻ എത്തുമ്പോഴത്തേനും ഒരു 1.5 മണിയൊക്കെ ആവുമായിരിക്കും. 2-2.5 മണിക്കൂർ ഫ്ലൈങ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് 4 മണിക്ക് ചോങ്ചിങ്ങിലോട്ട് ട്രെയിൻ ഉണ്ട്, ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. അത് 7 മണിക്കൂറാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ വിചാരിച്ചത് നമ്മൾ നേരത്തെ ഒരു 9:30 എത്തിക്കഴിഞ്ഞാൽ വുഹാനിൽ ഹോട്ടൽ എടുത്ത് അവിടെ നിന്ന് ഒന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷപ്പായി രാവിലെ പോകാമെന്നാണ് കരുതിയിരുന്നത് 4 മണിക്കുള്ള ട്രെയിനിൽ. പക്ഷേ ഇതിപ്പം അതിനുള്ള സമയം എന്തായാലും കിട്ടില്ല. അപ്പോൾ എയർപോർട്ടിൽ തന്നെ നിന്ന് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചാൽ ഫ്ലൈറ്റിൽ ഭക്ഷണമുണ്ട്. പിന്നെ നേരെ ജംഗ്ഷനിലോട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും.
സോ മൊത്തത്തിൽ ഇപ്പം എയർപോർട്ട് മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളൂ. എല്ലായിടത്തും എയർപോർട്ടിൽ കൂടെ കടന്ന് കറങ്ങലാണ്. ഗൈസ് ഇതാണ് ഒരു ഗുണം. വേണ്ട ഇവിടെ എയർപോർട്ടിൽ ഇരിക്കുന്നതിൻ്റെ ഒക്കെ സൈഡിൽ ചാർജിങ് പോർട്ട് ഉണ്ട്. അവനായിട്ട് അവിടെ പക്ഷേ USB അവിടെ USB മാത്രമേ ഉള്ളൂ. കൈ മാറ്റോ ഒന്ന് പോടാ. എപ്പോഴാ ചോങ്ചിങ് എന്നുള്ള ട്രെയിൻ എപ്പോഴാ? 4:30 4 മണി. നമുക്ക് നേരെ ഈച്ചാങ് പിടിക്കാം. 1:30 നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ്. എങ്ങനെ കയറുന്നു? ഇവിടുന്ന് 1 മണിക്കൂർ 40 മിനിറ്റ് ഫ്ലൈയിങ് ടൈം. അവിടെ എത്തുമ്പോ 3:30 ആവും. തമാശ കളിക്കുക അല്ല, കാര്യം പറഞ്ഞോണ്ടിരിക്കുക. 1:30 ഫ്ലൈറ്റ് ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ വർത്താനം പറയട്ടെ. ഗൈസ് 11:30 ഫ്ലൈറ്റ് ഇപ്പൊ കാണിക്കുന്നത് 1:30. എന്തൊരു കഷ്ടമാണെന്നറിയോ? 1:30 മണിക്കാണ് ഇനിയിപ്പോ വുഹാൻ ഫ്ലൈറ്റ്. ഈ 1:30 പോയാൽ 3:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ 4 മണിക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ട്രെയിൻ പിടിക്കാൻ പറ്റില്ല. കാരണം എയർപോർട്ടിൽ നിന്ന് ഹാൻകോ റെയിൽവേ സ്റ്റേഷനിലോട്ട് 40 മിനിറ്റ് മിനിമം ഉണ്ട്. അപ്പോൾ ലഗേജ് ഒക്കെ കിട്ടി. പിന്നെ അവന്മാരെ വക വേറെ ചെക്കിങ് ഉണ്ടാവും. ഫോറിനേഴ്സാന്ന് കാണുമ്പം ലഗേജ് ഒക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യിപ്പിക്കൽ പൊതുവേ ഉണ്ട്. ഇനി ഇന്നുണ്ടാവുമെന്നറിയില്ല. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ ട്രെയിൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആകെ മൊത്തം പെട്ട് നിൽക്കുകയാണ്. അല്ല സാനിയ ക്യാൻസൽ ചെയ്ത് എന്തൊക്കെ പോകുന്ന അറിയോ? 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ടാക്സി എടുത്തിട്ടോ? ഗൈസ് ചൈനക്കാർ അടിയുണ്ടാക്കണ കാണണമെങ്കിൽ കാണാം. ഇവിടെ ഗോങ്ജോയിൽ ഒരു ഫ്ലൈറ്റും പോകുന്നില്ല. മഴയും ഇടിമിന്നലുമാണ്. അതുകൊണ്ട് ഒറ്റ ഫ്ലൈറ്റ് പോകുന്നില്ല. ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടി. പിന്നെ ഉള്ളതാടാ ഫാസ്റ്റ് ട്രെയിൻ 8:30 കയറിയ 3:10 എത്തണോണ്ട് 6,000 രൂപ. അല്ല ഇതിന്റെ റീഫണ്ട് തന്നാ മതിയല്ലോ. അത് മതി. എനിക്കതുണ്ട്, ട്രെയിൻ ഉണ്ട്. ഇത് ചൈനയിലെ എല്ലാ ജംഗ്ഷനുകളിലും എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷനിലൊക്കെ ഉണ്ട്. ഇത് പവർ ബാങ്ക് ആണ്. ഇതിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒരു ഡെപ്പോസിറ്റ് അടച്ചു കഴിഞ്ഞാൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ ബാങ്ക് എടുത്ത് ഉപയോഗിക്കാം. എന്നിട്ട് അടുത്ത് കാണുന്ന ഏതെങ്കിലും ഇതേപോലെ പവർ ബാങ്കിന്റെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ പൈസ നമുക്ക് റീഫണ്ട് കിട്ടും. ഉപയോഗിക്കാൻ അത്ര 30 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ. ഞാൻ അപ്പുറത്ത് ഏതോ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയതിൻ്റെ ഫുഡ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 ബോക്സ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവന്മാർ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഷുഹൈബൊക്കെ നൈസായിട്ട് വേറെ ഉള്ള ആൾക്കാരെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ ഫുഡ് എടുക്കാൻ പോകട്ടോ. ആ പെട്ടിയല്ല, മറ്റേ പെട്ടി അവിടുന്ന്. അതാണ് അത് പിന്നെ ആരോട് ചോദിക്കണ്ട. പറഞ്ഞോ. ദേ ഗൈസ് നമ്മള് ഫ്ലൈറ്റ് ലേറ്റ് ആയതിന്റെ പേരിൽ അവര് ഫുഡൊക്കെ തന്നിട്ടുണ്ട്. അടുത്ത ഗേറ്റിലേക്ക് പ്രശ്നം വരുന്നുണ്ട് അല്ലേ? അവിടെ വേറെ ഫുഡ് കിട്ടും. ഇത് തുറക്ക്. ഇതിലൊന്നുമില്ല. അതല്ല, നിക്ക് ഒന്ന് വെയിറ്റ്. ജസീമൊക്കെ ഇവിടെ ചോങ്ചിങ്ങിലുള്ള ട്രെയിൻ മിസ്സായാലും 5000 രൂപയുടെ ബുള്ളറ്റ് എടുത്തിട്ടാണെങ്കിൽ പോകുന്നു. പവനായി ആണെങ്കിൽ എങ്ങനെയാലും അത് വുഹാനിക്ക് എത്തിച്ചെന്നാൽ മതി. അവിടുന്ന് നടന്നിട്ട് പോയി മൂപ്പർക്ക് ഇവിടെ 7 ദിവസം ഇവിടെ തന്നെ ഇരുന്നാലും വലിയ പ്രശ്നമില്ല. ആയിക്കോട്ടെ. ഗൈസ് അങ്ങനെ നമ്മളെ ഫ്ലൈറ്റിന്റെ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. മിക്കവാറും ഇത് ക്യാൻസൽ ആയി എന്ന് പറയാനായിരിക്കും. അങ്ങനെ നമ്മുടെ സമയവും വന്നെത്തി.
മൂഞ്ചി കേസ് മൂഞ്ചി ഗൈസ് നമ്മൾ മൂഞ്ചി ഫ്ലൈറ്റ് ഒന്ന് എടാ ഇവിടെ കഥാടാ ഗേറ്റ് ഓപ്പൺ ആക്കി ഇവര് പോവാണ്ട വരികയാണ്. അപ്പൊ ആ ഫ്ലൈറ്റിൽ പോണവർ ഇനി അടുത്തിൽ പോകും. ഇവിടെ ചില ഫ്ലൈറ്റ് ഒക്കെ ഇപ്പൊ എടുക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങളത് ക്യാൻസൽ ആക്കി തോന്നുന്നത് വിളിച്ചു പറയുന്നുണ്ട് ഇവര്. താശുഷമ So This is our train. ട്രെയിൻ Next train. you should you couldn't catch that. You couldn't catch that. So what they will do? She didn't give me Any response? actual actions about that. എടാ ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് ചുഹായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാൻഡ് ചെയ്തിരിക്കണം. വെതർ കാരണം കൊണ്ട് അവിടെ ഇവിടെ വരോ നഗ ഫേജി ലൈമ Still at Zhuhai. ഇറ്റ്സ് നൗ ഇൻ ചുഹായ്. അത് ഞാൻ നോക്കാം എന്താന്ന് വെച്ചാൽ മഴ നിക്കാനുള്ള ആയി ഇനി ചുഹായിന്ന് നിക്കാൻ ഇങ്ങോട്ട് കയറാൻ എന്താ പറയാ യാസിന് തോന്നേണ്ടി എന്തോ തമൻ കൈ别的飞机去重庆吗？我们要去重庆。好，可以。I don't know. 坐动车。动车啊，动车。现在搞不了了。哎，我们的行李在哪里啊？我们的行李。ട്രെയിൻ എടുത്തിട്ട് പോവാൻ ബിള് അത് വേറെന്തോ还在过。ഇപ്പൊ എന്താ അറിയോ കിട്ടാത്തവരൊക്കെ ട്രെയിൻ എടുത്ത് പോകാൻ തുടങ്ങും. നമുക്ക് ട്രെയിനും കിട്ടാതാവും. പാസ്പോർട്ട് നമ്മള് ഇവിടുന്ന് ഉള്ള വുഹാനിലുള്ള ഫ്ലൈറ്റ് മാറ്റിയിട്ട് നാളെ ചോങ്സിങ്ങിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് മാറ്റി തരുമെന്ന് ചോദിക്കുകയാണ്. അവൾ ആരുടെ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താവാൻ നോക്കാം. ഫോട്ടോ എടുത്തിട്ട് ഈ പന്നി കുറെ നേരം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവനെ വിളിച്ചോണ്ട് ഇവനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. സോ ഗൈസ് എന്തായാലും ഇപ്പൊ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. ഇനി അത് എപ്പോഴാ മാറ്ററിയില്ല. അങ്ങനെ 1:30 വരും എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഇപ്പോ 4:30 വരും എന്ന് പറയുന്നത്. പുലർച്ചെ 4:30. എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറിയോ? എന്തായാലും നമ്മുടെ ട്രെയിൻ എന്തായാലും പോയി. കാരണം 4:30 നമ്മുടെ ട്രെയിൻ. അപ്പം അതെന്തായാലും പോയി. ഇനിയിപ്പം വുഹാനിൽ പോയിട്ട് രാവിലെയുള്ള ട്രെയിൻ വല്ലതും എടുക്കണം ചോങ്സിങ്ങിലേക്ക്. ട്രെയിൻ കിട്ടുമെന്ന് അറിയില്ല. ആദ്യം ഫ്ലൈറ്റ് ഒന്ന് തരട്ടെ. ഫ്ലൈറ്റ് ഇവര് വെതർ മോശമായതിനെ കൊണ്ട് ചുഹായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടുന്ന് ആകെ വരാൻ 30 മിനിറ്റ് എടുക്കുള്ളൂ. പക്ഷെ അങ്ങോട്ട് കാണുന്നില്ല സാധനം. വന്നോ? വരും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ചുഹായിന്ന് ഫ്ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ വുഹാനിൽ പോകുന്നു. റൂം എടുത്ത് കുറച്ച് കടന്നുറങ്ങുന്നു. അടുത്ത ട്രെയിനിന് കിട്ടുന്ന ട്രെയിൻ എടുത്തിട്ട് ചോങ്സിങ്ങിലേക്ക് പോകുന്നു. ഇതൊക്കെ നടന്നാൽ മതി. നമ്മൾ ഇവിടെ ബോറടിച്ചിരിക്കുമ്പോൾ 2 സുന്ദരി കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നീലിയോ ലില്ലി സിങ്ങി സിങ്ങി. അപ്പം അത് സിങ്ങി, ഇത് ലില്ലി. അവര് ഗോങ്ജോ എന്നുള്ള ആൾക്കാരാണ്. വുഹാനിലേക്ക് ജസ്റ്റ് ലിഷർ ട്രിപ്പ് പോവാണ് 2 ദിവസത്തിന്. സോ വി മെറ്റ് ദം. ഇവര് ഫോളോ യു okay. You want to this? No? Sure, Shammai. Hi. അവരോടൊന്ന് ഇങ്ങോട്ട് വിടും. ഓ ഒരുമിച്ച് പറയാം. One more time. I said okay. Oh, 还有一个。
എന്തൊരു ഉഷാറാണ് നോക്കി എല്ലാത്തിനും ഉറക്കം തൂങ്ങിയിരുന്നവന്മാരെല്ലാം എണീറ്റ് കേട്ടോ. അത് ബാക്കി അതിന് പറയാ OK OK， 来，3 2 1，来踩，来踩，Good Nice Nice。 അല്ല എല്ലാരും ശ്രദ്ധിക്കുക, പവനായി ഉറക്കം നോക്കിട്ടേ വയ്യാതിരുന്ന ആള് ഒക്കത്തിന്റെ മുഖം നോക്കിയ ഉഷാറായി. അല്ലേ, ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ സ്പൾബർഗ് നൂഡിൽസുമായി വരുന്നത്. ഇതിലും ഭേദം വേറെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ചൈന സാധാരണ കുടുങ്ങി. ഗൈസ് ഫ്ലൈറ്റ് വന്ന് അവസാനം ആൻഡ് അറ്റ് ലാസ്റ്റ് വുഹാനിലേക്കുള്ള ബോർഡിംഗ് ആയി. 8:30 ഒറിജിനൽ ഫ്ലൈറ്റ്, അല്ല 7:30 ഒറിജിനൽ ഫ്ലൈറ്റ്. 4:30 ആയിരുന്നേ ഉള്ളൂ. ഇപ്പം പുലർച്ചെ 4:30 ആയി. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വുഹാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയാൽ മതിയായിരുന്നു. ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. ഫ്ലൈറ്റ് അവിടെ ഇവിടുന്ന് എടുത്തു, അവിടെ എത്തി. എങ്ങനെയുണ്ട് പവനായി ട്രിപ്പ്? എങ്ങനെയുണ്ട് ട്രിപ്പ് ഉഷാർ, ഒന്നും പറയാം. എയർപോർട്ടുകളിൽ നിന്ന് എയർപോർട്ടുകളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഹോസ്റ്റസ് ഗുഡ് മോർണിംഗ് പറയുമ്പോഴാണ് അറിയണത് രാവിലെ. 哦，好的好的。 ഫുഡ് കഴിച്ചിട്ട് ഇടങ്ങറായി. പവനായി പറഞ്ഞാല് എയർപോർട്ടിന്റെ പുറത്തൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഭാഗ്യം. വെയിറ്റ് വെറുതെ ഒരു കുപ്പി വെള്ളം ഉണ്ടായില്ല, അതാ. ഉണക്കമീനോ? നട്സ്, ഉണക്കമീനാണ് പോലും. ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, വല്ല ബൗസ് ആയിരിക്കും. സ്റ്റിക്കി റൈസ് ആണ്, സ്റ്റിക്കി റൈസ്. 好吃，很好吃。 നാട്ടിൽ നന്നായിട്ട് ഇഷ്ടമായി.这个东西很好吃。 മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വുഹാനിലെത്തുന്നതും അവിടെ നിന്ന് ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ ചോങ്ചിങ് എന്ന മഹാനഗരത്തിലേക്ക് പോകുന്നതും അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളും ഭക്ഷണ രീതികളും ഒക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.